അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാപമോചനത്തിനുള്ള കാരണങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. അവിടുന്ന് പറഞ്ഞു, മൻ ഹാഫള അലാ ശുഫഅത്തിൽ ളുഹാ നിസ്കാരം 2 റക്അത്ത് ഒരാൾ പതിവാക്കിയാൽ ഗുഫിറത്ത് ദുനൂബുഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. വഇൻ കാനത്ത് മിസ്ല സബദിൽ ബഹരി, അത് സമുദ്രത്തിന്റെ നുരകളോളം ഉണ്ടെങ്കിലും ശരി. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വല്ലാ സുബ്ഹത്തൽ ളുഹാ, ഒരാൾ ളുഹാ നിസ്കാരം പതിവാക്കിയാൽ ഈമാനൻ വഹ്തിസാബ, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രവും ഒരാൾ ളുഹാ നിസ്കാരം പതിവാക്കിയാൽ കുതിബ ലഹു മിഅത്തൈ ഹസന, 200 നന്മ അവൻ എഴുതുന്നതാണ്. അതുപോലെ വമഹാ അൻഹു മിഅത്തൈ സയ്യിഅ, 200 തിന്മ അവന്റെ മായ്ച്ചു കളയുന്നതാണ്. അതുപോലെ വറുഫിഅ ലഹു ബിഹാ മിഅത്തൈ ദറജ, അതുപോലെ 200 അവന്റെ പദവികളെ അള്ളാഹു ഉയർത്തുന്നതാണ്. വഗുഫിറത്ത് ലഹു ദുനൂബുഹു കുല്ലുഹ, അവന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു അതുകൊണ്ട് പൊറുക്കുന്നതാണ്. മാ തഖദ്ദമ മിൻഹ വമാ തഅഖറ, അതിൽ മുൻകഴിഞ്ഞതും വരാനുള്ളതുമായ പാപങ്ങളെ അള്ളാഹു പൊറുക്കുന്നതുമാണ് ളുഹാ നിസ്കാരം കൊണ്ട്. യജമാനനായ റബ്ബ് ജീവിതത്തിൽ പതിവാക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.